വെൽക്കം ബാക്ക് ടു ഫൈനാൻസ് ലെറ്റേഴ്സ്. ഇറ്റ്സ് മീ ഫാത്തിമ റിസാന. സോ നമ്മൾ ഇന്നിവിടെ സ്ട്രക്ചർ അനാലിസിസിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് പറയാൻ പോകുന്നത്. സോ നമ്മൾ ഈ സ്ട്രക്ചർ അനാലിസിസ് ടൂല് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് നോക്കട്ടോ. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് നമ്മളെ സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് CET 302 ആട്ടോ. നമ്മളെ സ്ട്രക്ചർ അനാലിസിസ് 2ന്റെ കോഡ് എന്ന് പറയുന്നത് CET 302. അപ്പൊ നോക്കിയേ, നമ്മളെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കണം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 150 ഉള്ളത്. ആ 150 എന്ന് പറഞ്ഞാൽ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഇന്റേണൽ മാർക്സ് അല്ലെ, കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷനും അതുപോലെ ESC എന്ന് പറയുന്നത് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന്റെ മാർക്സ് ആണ്. സോ നമ്മളെ ആ ഒരു ഇന്റേണൽ മാർക്സ് എന്ന് പറയുന്നത് 50 മാർക്സിനും അതുപോലെ നമ്മൾ എൻഡ് സെമസ്റ്റർ നമ്മളെ KTV നടത്തുന്ന എക്സാം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 100 മാർക്സിനും ഉള്ളത്. അതിൽ ഈ 100 മാർക്സിന്റെ നമ്മളെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 3 hours ആട്ടോ. അപ്പൊ നോക്കിയേ, നമുക്ക് നമ്മളെ ഇന്റേണൽ മാർക്സിനെ നോക്കാം. കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ പാറ്റേൺ എങ്ങനെയാ, 50 മാർക്സ് എങ്ങനെയാണ് അവർ ഡിവൈഡ് ചെയ്ത് നോക്കാം. അറ്റൻഡൻസിന് 10 മാർക്സ് ആണ്. ഓക്കെ, അറ്റൻഡൻസിന് എത്ര? 10 മാർക്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് 2 സീരീസ് എക്സാം ഉണ്ടാവും ഈ ഒരു സെമസ്റ്റർ. ആ 2 സീരീസ് എക്സാമിൽ രണ്ടിനും കൂടിയുള്ള മാർക്സ് എന്ന് പറയുന്നത് കമ്പൈൻ ചെയ്തിട്ട് 1 ഉം 2 സീരീസ് എക്സാം കമ്പൈൻ ചെയ്തിട്ട് ദാറ്റ് ഈസ് 25 മാർക്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ് ഉണ്ടാവും, മിനി പ്രൊജക്ട്സ് ഉണ്ടാവും, അതുപോലെ ക്വിസ് ഉണ്ടാവും. അതെല്ലാം കൂടിയിട്ട് എത്ര? ദാറ്റ് ഈസ് 50 മാർക്സ്. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ എത്ര കിട്ടും? 50 മാർക്സ് കിട്ടും. ഓക്കെ, ഇനി നമ്മളെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന്റെ മാർക്ക് നോക്കാം, എങ്ങനെയാണ് അതിന്റെ പാറ്റേൺ വരുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എക്സാമിന് നമുക്ക് കേട്ടി തരുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ 2 പാർട്ടായിട്ടുണ്ടാവും. ഒന്ന് പാർട്ട് എയും ഒന്ന് പാർട്ട് ബിയും ആണ്. ഓക്കെ, അതിൽ പാർട്ട് എയിൽ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾ 5 മൊഡ്യൂളിന് കൂടിയിട്ടുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ നോക്കിയേ, നമുക്ക് 10 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഓരോ മൊഡ്യൂളിലും 2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എത്ര ഉണ്ടാവും? 5 മൊഡ്യൂളുണ്ട്, 5 into 10 ക്വസ്റ്റ്യൻസ്. മനസ്സിലായോ? ഓരോ ക്വസ്റ്റ്യൻസിനും അപ്പൊ എന്താ, ഓരോ മൊഡ്യൂളിലും 2 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് എത്ര? ദാറ്റ് ഈസ് 3 മാർക്സ്. അപ്പൊ 10 into 3 എത്ര? 30 മാർക്സ് ആണ് നിങ്ങൾക്ക് എത്രയുടെ പാർട്ട് എ എന്ന് കിട്ടുന്നത്. പിന്നെ പാർട്ട് എ എന്ന് പറഞ്ഞാൽ കമ്പൽസറി ആണ്, നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആണ്. ഓക്കെ, അതാണ് സ്റ്റുഡന്റ് ഷുഡ് ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ്. അടുത്ത നമ്മളെ പാർട്ട് ബി എന്ന് പറയുന്നത്. പാർട്ട് ബി എന്ന് പറയുന്നത് നമ്മൾ ഓരോ മോഡ്യൂളിലും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 2 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഓർ ആയിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. മനസ്സിലായോ? അതാണ് കണ്ടെയ്ൻസ് 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മോഡ്യൂൾ ഓഫ് വിച്ച് സ്റ്റുഡന്റ് ഷുഡ് ആൻസർ എനി വൺ. മനസ്സിലായോ? എയോ ഓർ ക്വസ്റ്റ്യൻ ആയിട്ടോ ഒന്നെങ്കിൽ എയോ അല്ലെങ്കിൽ ബി ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. പിന്നെ ഓരോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്ര? 14 മാർക്സ് ആണ് ഉള്ളത്. സോ 14 മാർക്സിന് അവര് ഒന്നെങ്കിൽ 40 മാർക്സിന്റെ ഒറ്റ പ്രോബ്ലം അല്ലെങ്കിൽ 14 അവർ മാക്സിമം 2 സബ് ഡിവിഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ 9, 5 അല്ലെങ്കിൽ 7, 7 അങ്ങനെ ഒരു 2 സബ് ഡിവിഷൻ ആയിട്ടും കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒറ്റ 40 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടും കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? സോ അതെല്ലാം ടോട്ടല് നിങ്ങൾക്ക് എത്രയാണ്? ദാറ്റ് ഈസ് 150 മാർക്സിലാണ് കിട്ടുന്നത്. ഓക്കെ, സോറി 100 മാർക്സിലാണ് വരുന്നത് കേട്ടോ. ടോട്ടൽ 100, മറ്റേത് 50, അങ്ങനെ 150. ഓക്കെ, ഇനി നമ്മളെ മൊഡ്യൂൾ 1 ഇതിനെ കുറിച്ചാണ് പഠിക്കുന്ന നോക്കാം. ഫസ്റ്റ് നമ്മളെ പ്ലാസ്റ്റിക് തിയറിയാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാലം പഠിച്ച് നമ്മൾ ഇലാസ്റ്റിക്, നിങ്ങൾ MOSലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ ഇലാസ്റ്റിക് ആയിട്ടുള്ള തിയറീസ് എന്താണെന്നല്ലേ. സോ ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് അനാലിസിസ് ആണ് ചെയ്യുന്നത്. അതിന്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ നമ്മളെ പ്ലാസ്റ്റിക് ഹിഞ്ച് കോൺസെപ്റ്റ്സ് കുറച്ച് പഠിക്കാണ്ട്, പിന്നെ പ്ലാസ്റ്റിക് മോഡലേഴ്സ് ഉണ്ട്, അതുപോലെ ഷേപ്പ് ഫാക്ടേഴ്സ് ഉണ്ട്. ഷേപ്പ് ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. പിന്നെ നമ്മളെ റീഡിസ്ട്രിബ്യൂഷൻ മൊമെന്റ്സ് എങ്ങനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതിൽ നമ്മൾ മെയിൻലി കൊളാപ്സ് മെക്കാനിസം ആണ്. അത് കൊളാപ്സ് ലോഡ് ആണ്. ഒരു സ്ട്രക്ചർ എങ്ങനെ കൊളാപ്സ് ചെയ്യുന്ന ലോഡ്സിന്റെ മെക്കാനിസം ആണ്. അതിൽ നമ്മൾ മെയിൻലി ഇവിടെ അനാലിസിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പ്ലാസ്റ്റിക് തിയറി ആണ്. അപ്പോൾ നമ്മൾ എന്താ പ്ലാസ്റ്റിക് അനാലിസിസ് ഓഫ് ബീംസ് ആൻഡ് പോർട്ടൽ ഫ്രെയിംസ്. അപ്പം നമുക്കിവിടെ ബീംസും അതുപോലെ എന്താണ് പോർട്ടൽ ഫ്രെയിംസ് ആണ് പഠിക്കാനുള്ളത്. സോ പോർട്ടൽ ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഉള്ളതിനാണ് നമ്മൾ എന്താണ് പോർട്ടൽ ഫ്രെയിംസ്. നമ്മൾ വെയർ ഹൗസ്, ഷെഡ് ഇതൊക്കെ കണ്ടിട്ടില്ലേ, ഇതിനൊക്കെ നമ്മൾ ഈ ഒരു ഇങ്ങനെ നോക്കിയേ, ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ റൂഫിംഗ് പാറ്റേൺ. ഇതിനെ നമ്മൾ പോർട്ടൽ ഫ്രെയിംസ് എന്ന് പറയുന്നത്. സോ ആ പോർട്ടൽ ഫ്രെയിംസും അതുപോലെ ബീംസും ആണുള്ളത്. അത് നോക്കിയേ, ബൈ ഇക്വിലിബ്രിയം ആൻഡ് മെക്കാനിസം മെത്തേഡ്സ്. അല്ലെങ്കിൽ നമ്മൾ സിംഗിൾ സ്റ്റോറി ആയിട്ടുള്ള ഫ്രെയിംസും പഠിക്കുന്നുണ്ട്, അതുപോലെ സിംഗിൾ ബേ ഫ്രെയിംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ 2 ഫ്രെയിംസ് മാത്രമേ ഇതിലുള്ളൂ. ഇനി അടുത്ത നമ്മൾ അപ്രോക്സിമേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ അപ്രോക്സിമേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻലി എന്ന് പറഞ്ഞാൽ മൾട്ടി സ്റ്റോറി ആയിട്ടുള്ള, മനസ്സിലായോ, മൾട്ടി സ്റ്റോറി ആയിട്ടുള്ള ഒരുപാട് നിലയുള്ള ഫ്രെയിംസിനെയാണ് നമ്മൾ എന്ത് അനാലിസ് ചെയ്യാൻ നമ്മൾ അപ്രോക്സിമേറ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ മെയിൻലി ഈ ഒരു ഫ്രെയിമിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 അറിയാം. ഒന്ന് എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന വെർട്ടിക്കൽ ലോഡ്സ് ഉണ്ട്, പിന്നെ വരുന്ന എന്തുണ്ട് ഹൊറിസോണ്ടൽ ലോഡ്സ് ഉണ്ട്, വിൻഡിൽ ഒക്കെ വരുന്ന ലോഡ്സ് ഉണ്ട്. അതിൽ നമ്മൾ വെർട്ടിക്കൽ ലോഡിനെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ്സ്, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിംസ് ഉണ്ട്. അതിന്റെ ലോഡിംഗ് കണ്ടീഷൻസ് ഉണ്ട്, അതായത് മാക്സിമം ഹോഗിങ്ങും സാഗിങ്ങും തരുന്ന ഒരുപാട് ലോഡിംഗ് കണ്ടീഷൻസ് ഉണ്ട്. അത് നമ്മൾ ബീംസിലും അതുപോലെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഇൻ കോളംസ്. അപ്പം ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയ മക്കളെ, ഫ്രെയിം പറഞ്ഞാൽ ഇതെന്താണ്, ഇത് കോളാണ് അല്ലെ, ദിസ് ഈസ് കോളം,
അതുപോലെ ഇതെന്താണ്, ദിസ് ഈസ് കോളം, ഇതെന്താണ്, ഇത് ബീമാണ്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ സെമിസ്റ്ററിൽ ഞാൻ പറഞ്ഞിട്ട് S5 സെമിസ്റ്ററിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്താണ് നമ്മൾ കോമ്പിനേഷൻ, 2 കോളം ഒരു ബീമുള്ള കോമ്പിനേഷനെ നമ്മൾ എന്ത് പറയും, ഫ്രെയിം എന്ന് പറയുന്നത്. സോ മാക്സിമം ഹോക്കിങ്ങും സാഗിങ് മൊമെന്റ്സ് ഇൻ ബീംസ്, അവിടെ ബീംസിൽ വരുന്ന സാഗിങ്ങും ഹോക്കിങ്ങും അതുപോലെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഇൻ കോളംസ്, ആ കോളംസിൽ വരുന്ന അത് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമ്മളെ മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് നമ്മൾ എന്താ വെച്ചാൽ അപ്രോക്സിമേറ്റ് മെത്തേഡ്, നേരത്തെ നമ്മൾ വെർട്ടിക്കൽ ലോഡ്സിന്റെയാണ്. ഇവിടെ നമ്മൾ വേണ്ടത് നമ്മളെ ഹൊറിസോണ്ടൽ, അതായത് വിൻഡ് ലോഡ്സ്. നമ്മൾ ഒരു മൾട്ടി സ്റ്റോറി ഫ്രെയിംസ് ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം വിൻഡ് കാരണം അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ജസ്റ്റ് ഒരു സൈഡിലോട്ട് ഡിഫ്ലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ. സോ വിൻഡ് ലോഡ് അനാലിസിസ് ഫോർ മൾട്ടി സ്റ്റോറി ഫ്രെയിംസ് ആണ്. അതിൽ നമ്മൾ ഈ ഒരു ഹൊറിസോണ്ടൽ ലോഡ്സിന്റെ അനാലിസിസ് നമ്മൾ ചെയ്യുന്ന 2 മെത്തേഡ് എന്ന് വെച്ചാൽ ഒന്ന് പോർട്ടൽ മെത്തേഡും ഒന്ന് കാന്റിലിവർ മെത്തേഡാണ്. അതാണ് നമ്മളെ ലാറ്ററൽ ലോഡ്സ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ലോഡ്സ് അല്ലെങ്കിൽ നമ്മളെ ഈ ലാറ്ററൽ ലോഡ്സ് എന്ന് പറയുന്നത് മനസ്സിലായി. ദിസ് ഇസ് ലാറ്ററൽ ലോഡ്സ്. അപ്പോൾ അതിൽ അനാലിസ് ചെയ്യുന്ന 2 ഒന്ന് പോർട്ടൽ മെത്തേഡും ഒന്ന് എന്താ കാന്റിലിവർ മെത്തേഡും. ഇനി അടുത്തതാണ് നമ്മളെ മെട്രിക്സ് അനാലിസിസ് എന്ന് പറയുന്നത്. നിങ്ങൾ മാത്സിലൊക്കെ മെട്രിക്സ് അനാലിസിസ് ഉണ്ട്. സോ മെട്രിക്സ് ബേസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ്, അതിലാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻസ് എന്ന കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ട് അതിൽ നമ്മളൊരു ഫിസിക്കൽ അപ്രോച്ച് വെച്ചിട്ടാണ് നോക്കുന്നത്. ഒന്ന് തന്നെ നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെത്തേഡ്. ഫ്ലെക്സിബിലിറ്റി മെത്തേഡിൽ നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഓഫ് നമ്മളൊരു മെട്രിക്സ് പ്രിപ്പയർ ചെയ്യും. അതായത് ട്രസ്സിനെയും അതുപോലെ ഫ്രെയിമിന്റെ എലമെന്റ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു മെട്രിക്സ് ഫോം ചെയ്യും. അത് എന്താണ്, അതാണ് നമ്മളെ ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത നമ്മളെ എന്താ ലാറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിൽ ഡെവലപ്മെന്റ് ഓഫ് ടോട്ടൽ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സും ഒരു സ്ട്രക്ചേഴ്സിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി മെട്രിക്സും അതുപോലെ അതിന്റെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിന്റെ അനാലിസിസ് ആണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. മനസ്സിലായോ? അടുത്തത് ഇതിൽ പ്ലെയിൻ ട്രസ് ആൻഡ് പ്ലെയിൻ ഫ്രെയിംസിന്റെ ആണ് നമ്മൾ ചെയ്യുന്നത്. ട്രസ്സും അതുപോലെ എന്താണ്, നേരത്തെ നമ്മൾ ബീമും ഫ്രെയിം ആയിരുന്നു. സോ ഇതിൽ നമ്മൾ പ്ലെയിൻ ട്രസ്സും അതുപോലെ പ്ലെയിൻ ഫ്രെയിം ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതിൽ നോഡൽ ലോഡ്സ് ഉണ്ട്. അതുപോലെ ഈ പ്ലെയിൻ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ നമ്മൾ പ്ലെയിൻ ഫ്രെയിം എന്ന് പറയുന്നത് കേട്ടോ. ഇതിനെ നമ്മൾ സോ രണ്ടും തമ്മിൽ നിങ്ങൾക്ക് ഡിഫറൻസ് വരരുത്. ഇതാണ് നമ്മളെ പോർട്ടൽ ഫ്രെയിം എന്ന് പറയുന്നത്. പോർട്ടൽ ഫ്രെയിം ഇത് നമ്മളെ പ്ലെയിൻ ഫ്രെയിംസ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ്, നമ്മൾ പ്ലെയിൻ ഫ്രെയിംസിനെയാണ്. അതിൽ വരുന്ന നോഡൽ ലോഡ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ നോഡ്സിൽ മനസ്സിലായി, ഇതാണ് നമ്മൾ നോഡൽ, ഓരോ നോഡ്സിൽ വരുന്ന നോഡൽ ലോഡ്സിനെ അതുപോലെ എലമെന്റ് ലോഡ്സിനെ വരുന്നത്. പിന്നെ അവിടെ ലാക്ക് ഓഫ് ഫിറ്റും അതുപോലെ ടെമ്പറേച്ചർ എഫക്ട്സും ഇതിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിഫ്നെസ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് സ്റ്റിഫ്നെസ് മെട്രിക്സ് ബൈ ഫിസിക്കൽ അപ്രോച്ച് ആണ്. ഓക്കെ, അതായത് യൂണിറ്റ് ഡിഫ്ലക്ഷൻസ് ഒക്കെ വരുന്നതാണ് പറയുന്നത്. അതിൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഇതിന്റെ ട്രസ്സിനെ കുറിച്ചും അതുപോലെ ഫ്രെയിം എലമെന്റ്സിന്റെ സ്റ്റിഫ്നെസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഒരു ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നമ്മൾ സിമ്പിൾ സ്ട്രക്ചേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പ്ലെയിൻ ട്രസ്സും പ്ലെയിൻ ഫ്രെയിമിന്റെയാണ് നമ്മൾ എന്ത് അനലൈസ് ചെയ്യുന്നത്, സ്റ്റിഫ്നെസ് മെത്തേഡിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതിൽ വരുന്ന നേരത്തെ പറഞ്ഞാൽ നോഡൽ ലോഡ്സ് ഉണ്ട്, അതുപോലെ എലമെന്റ് ലോഡ്സ് ഉണ്ട്. പിന്നെ ഇവിടെ വരുന്ന ലാക്ക് ഓഫ് ഫിറ്റും അതുപോലെ ടെമ്പറേച്ചർ എഫക്ട്സും. ലാക്ക് ഓഫ് ഫിറ്റും ടെമ്പറേച്ചർ എഫക്ട്സ് ഒക്കെ ജസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ സെമിസ്റ്ററിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ് സ്റ്റിഫ്നെസ് മെത്തേഡിൽ വരുന്നത്. ഇനി നമ്മളെ കമ്മിങ് ബാക്ക് ടു നമ്മളെ മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡ്. നേരത്തെ സ്റ്റിഫ്നെസ് മെത്തേഡ്, ഇത് ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡ് ആണ്. സോ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ടു ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡ് എന്താണെന്നുള്ളത്. പിന്നെ റൊട്ടേഷൻ ഓഫ് ആക്സിസ് ഇൻ 2 ഡയമെൻഷൻ. ഒരു 2 ഡയമെൻഷൻസിൽ ഞാൻ പറഞ്ഞില്ല, ഒരു സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞ റൊട്ടേഷൻ യൂണിറ്റ് റൊട്ടേഷൻ ആണ് കേട്ടോ. സോ അവിടെ 2 ആക്സിസിൽ വരുന്ന 2 ഡയമെൻഷനിൽ വരുന്ന അതും കാണാനുണ്ട്. പിന്നെ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഫോർ എലമെന്റ്സ് ഇൻ ദ ഗ്ലോബൽ കോഓർഡിനേറ്റ് ഫ്രം ദ എലമെന്റ് കോർഡിനേറ്റ്സ്. അതൊരു ഇതാണ് പഠിക്കാനുണ്ട് കേട്ടോ. അത് പിന്നെ അസംബ്ലി ഓഫ് ലോഡ് വെക്ടേഴ്സിന്റെ അസംബ്ലിയും അതുപോലെ നമുക്ക് ഒരു സ്റ്റിഫ്നെസ് മെട്രിക്സ് എങ്ങനെയാണെന്നുള്ളതും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പാൻ ഓഫ് 2 സ്പാൻ കണ്ടിന്യൂസ് ബീം, നമ്മൾ സൊല്യൂഷൻ ഓഫ് 2 സ്പാൻ, അതായത് ഒരു കണ്ടിന്യൂസ് ബീം ഇങ്ങനെയാണെങ്കിൽ ഇത് 1 സ്പാൻ, ഇങ്ങനെ 2 സ്പാനുള്ള 2 സ്പാൻ കണ്ടിന്യൂസ് ബീമിന്റെയും അതുപോലെ സിംഗിൾ ബേ സിംഗിൾ സ്റ്റോറി പോർട്ടൽ ഫ്രെയിം, ഒരു സിംഗിൾ ബേ ആയിട്ടുള്ള സിംഗിൾ ഫ്രെയിം ആയിട്ടുള്ള പോർട്ടൽ ഫ്രെയിംസിനെയാണ് നമുക്ക് എന്തെങ്കിലും ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡിൽ അനാലിസിസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നോക്കിയേ, അടുത്ത നമ്മളെ മൊഡ്യൂൾ 5. മൊഡ്യൂൾ 5 എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ടോപ്പിക് ആണ്. അത് സ്ട്രക്ചറൽ ഡൈനാമിക്സ് ആണ്. സ്ട്രക്ചറൽ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറിന് നമ്മളിപ്പോൾ ഒരു വൈബ്രേഷൻസ് എന്തെങ്കിലും വരിക, അല്ലെങ്കിൽ എർത്ത് ലോഡ്സ് വരിക, അങ്ങനെ വൈബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾ ഡാമ്പിങ് വരുന്നതിനൊക്കെയാണ് അതിനെ നമ്മൾ സ്ട്രക്ചറൽ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു വൈബ്രേഷൻസ് അങ്ങനത്തെയൊക്കെ. സോ അതിൽ എന്താണ് ജസ്റ്റ് അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്താണ്, അതുപോലെ അവിടെ വരുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, അതുപോലെ ഇക്വേഷൻ ഓഫ് മോഷൻ. അത് ഇവിടെ നമ്മൾ ഒരു ഡി അലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ള പഠിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഡാമിംഗ് ഉണ്ട്, ഫ്രീ റെസ്പോൺസ് ഓഫ് ഡാംഡ് ആൻഡ് അൺഡാംഡ് സിസ്റ്റം. നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ള ആ ചെറിയൊരു കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അവിടെ വരുന്ന ലോഗരിതമിക് ഡിക്രിമെന്റും പിന്നെ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റംസ്. നമ്മൾ ഓൾറെഡി ഡിഗ്രി ഓഫ് ഫ്രീഡംസ് പഠിക്കുന്നത്, അത് നമ്മൾ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റംസും അതുപോലെ ഹാർമോണിക് മോഷൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലായി. അതുപോലെ ഇവിടെ ഹാർമോണിക് ലോഡ്സ് ഉണ്ട്. ഇനി ട്രാൻസിയന്റ് ഉണ്ട്, അതുപോലെ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്. ഇവിടെ 2 റെസ്പോൺസസ് ഉണ്ട് നമ്മളെ സ്ട്രക്ചർ ഇതാക്കുന്നത്. അതൊന്ന് ട്രാൻസിയന്റ് ആണ്, ഒന്നതാണ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് ആണ്. പിന്നെ ഇവിടെ സിമ്പിൾ പോർട്ടൽ ആയിട്ടുള്ള ഫ്രെയിംസിന്റെ പ്രോബ്ലംസ്
പ്രോബ്ലംസ് ആണ് ഇവിടെ ചോദിച്ചു വന്നത്. ഇതാണ് നമ്മൾ സ്ട്രക്ചറൽ ഡൈനാമിക്സ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ 5 പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് നോക്കാം എന്തൊക്കെയാണ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്നത് നമ്മൾ പ്ലാസ്റ്റിക് തിയറി പഠിക്കുന്നുണ്ട് അല്ലെ. പ്ലാസ്റ്റിക് തിയറിയും പഠിക്കുന്ന അപ്രോക്സിമേറ്റ് മെത്തേഡ് ഉണ്ട്. സോ അത് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്ത എക്കണോമിക്കൽ ഡിസൈൻ ഓഫ് സ്റ്റീൽ ബീംസ് ആൻഡ് പോർട്ടൽ ഫ്രെയിംസ്. അത് മെയിൻലി എന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റീൽ ബീംസിലും അതുപോലെ പോർട്ടൽ ആയിട്ടുള്ള ഫ്രെയിംസിലാണ് യൂസ് ചെയ്യുന്നത്. സോ പോർട്ടൽ ഫ്രെയിംസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇൻഡസ്ട്രിയൽ ഷെഡ്സിൽ അല്ലേ. നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഇൻഡസ്ട്രീൻ്റെ ഒക്കെ ഷെഡൊക്കെ എങ്ങനെ ഇതിന്റെ റൂഫൊക്കെ എങ്ങനെയല്ലേ ഇൻഡസ്ട്രിയൽ ഷെഡ്സിൽ, അതുപോലെ വെയർ ഹൗസ് സ്റ്റോറേജ് ആയിട്ടുള്ള ഫാക്ടറീസിൽ, അതുപോലെ ഫാക്ടറി ബിൽഡിംഗ്സിൽ helps in predict the collapse load and ensuring the structural safety. അപ്പോൾ അവിടെ വരുന്ന കൊളാപ്സ് ലോഡ് എത്ര ലോഡ് കൊടുത്താലാണ് അവിടെ കൊളാപ്സ് ചെയ്യുക അതിന്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിക്ക് അല്ലെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്രോക്സിമേറ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്താണ് അപ്രോക്സിമേറ്റ് മെത്തേഡ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി മെത്തേഡ്. നമ്മൾ മൊഡ്യൂൾ 2 അല്ലേ അപ്രോക്സിമേറ്റ് മെത്തേഡിൽ നമ്മൾ മൊഡ്യൂൾ 2 എന്താ പഠിക്കുന്നത്, നമ്മൾ ലാറ്ററൽ ലോഡ്സിനെയാണ് പഠിക്കുന്നത് അല്ലേ. ഇവിടെ നമ്മൾ പഠിച്ചത് വെർട്ടിക്കൽ ലോഡ്സ് ആണ്. സോ ഇതെന്ന് പറയുന്നത് മൾട്ടി സ്റ്റോറി ആയിട്ടുള്ള ബിൽഡിംഗ്സിലാണ് നമ്മൾ എന്താണ് മെയിൻലി അത് യൂസ് ചെയ്യുന്നത്. പിന്നെ അണ്ടർ ദ വിൻഡ് ലോഡ്സ് ലാറ്ററൽ എന്ന് പറഞ്ഞാൽ വിൻഡ് ലോഡ്സിലാണ് വരുന്നത്. അപ്ലൈഡ് ഇൻ ദ ടോൾ ബിൽഡിങ്സ്, അതായത് മൾട്ടി ഇപ്പൊ നിങ്ങളൊരു ചെറിയൊരു 1 സ്റ്റോറി ബിൽഡിങ്ങോ 2 സ്റ്റോറി ബിൽഡിംഗ് 3 സ്റ്റോറി കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ വിൻഡ് ലോഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മളെ ഫ്ലാറ്റ് ഒക്കെ 36 ഫ്ലോർസ് 50 ഫ്ലോർസിലൊക്കെ വരുന്ന അതുപോലെ ബുർജ് ഖലീഫ അങ്ങനത്തെ ഫ്ലോർസിലൊക്കെ നമുക്ക് എപ്പോഴും മെയിൻ എന്താണ് വിൻഡ് ലോഡ് അവിടെ എന്താണ് മെയിൻ ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. സോ അങ്ങനത്തെ അപ്ലൈഡ് ഇൻ ദ ടോൾ ബിൽഡിങ്സിൽ ടവേഴ്സിൽ അതുപോലെ ഫ്രെയിംസിൽ വിത്ത് ടെമ്പറേച്ചർ എഫക്ട്സ് ആൻഡ് സപ്പോർട്ട് സെറ്റിൽമെന്റ്സ് ആർ കൺസിഡർ. അവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് എന്തുകൂടി നോക്കണം, അവിടെ ടെമ്പറേച്ചർ എഫക്റ്റും അതുപോലെ സെറ്റിൽമെന്റ്സും കൂടി കൺസിഡർ ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ സ്റ്റിഫ്നെസ് മെത്തേഡ് എന്ന് പറയുന്നത് വൈഡ്ലി യൂസ്ഡ് ഇൻ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. അതായത് നമ്മൾ ഓൾറെഡി നമ്മൾ ഇന്റർടെർമിനേറ്റിന്റെ പല ഇതും കണ്ടിരുന്നു. സോ സ്റ്റിഫ്നെസ് ഇന്റർടെർമിനേറ്റുള്ള ബ്രിഡ്ജസിലും ബിൽഡിംഗ്സിലാണ്. അതുപോലെ ഇറ്റ് ഫോംസ് എ ബേസിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ കമ്പ്യൂട്ടർ ബേസ്ഡ് സ്ട്രക്ചർ അനാലിസിസ്. നമുക്കറിയാം ഒരുപാട് നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് നമ്മൾ സോഫ്റ്റ്വെയർസ് ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ പലതും ചെയ്യുന്നില്ലേ. സോ ഇതൊരു സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് കൂടി ആണ് കേട്ടോ. അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഇതാണ്. ഓക്കെ, ഇനി അടുത്താണ് ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡ് എന്ന് പറയുന്നത്. അതെന്താണ് യൂസ് ചെയ്യുന്ന മോഡേൺ സ്ട്രക്ചറൽ ഡിസൈൻ സോഫ്റ്റ്വെയർസ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അധികം മെയിൻലി യൂസ് ചെയ്യുന്നത് മോഡേൺ സോഫ്റ്റ്വെയർസിലാണ്. അതായത് സ്റ്റാഡ് ഉണ്ട്, ഈ ടാബ്സ് ഉണ്ട്, അതുപോലെ സാപ്പ് ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ എന്താണ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അപ്ലൈഡ് ഇൻ ദ അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീം. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ബീമിലും അതുപോലെ പോർട്ടൽ ഫ്രെയിംസിലും ഇൻ റിയൽ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നോക്കിയേ, ഇനി അടുത്ത് നമ്മുടെ സ്ട്രക്ചറൽ ഡൈനാമിക്സിലെ മൊഡ്യൂൾ 5 എന്താണ് നമ്മൾ സ്ട്രക്ചറൽ ഡൈനാമിക്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ അപ്ലൈഡ് ഇൻ ദ എർത്ത് ക്വേക്ക് റെസിസ്റ്റൻസ്. ഞാൻ പറഞ്ഞിട്ട് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, ഒരു വൈബ്രേഷൻ ആയില്ല, വൈബ്രേഷൻ വരുന്ന ഒരുപാട് വിൻഡ് ലോഡ്സ് ഒക്കെ പറയുന്ന പോലെ ഒരു വൈബ്രേഷൻ മോഷനിൽ വരുന്നത്. സോ ആ ഒരു എർത്ത് റെസിസ്റ്റന്റ് ഡിസൈൻസിന് വേണ്ടിയിട്ട് അതുപോലെ യൂസ്ഡ് ഫോർ ദ മെഷീൻ ഫൗണ്ടേഷൻ. നമുക്കറിയാം ഒരു മെഷീൻ ഫൗണ്ടേഷൻ നിങ്ങൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ എനിക്ക് തോന്നുന്നു 1-ലാണോ 2-ലാണോ എനിക്ക് കറക്റ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 1-ലാണ്. ജിയോ ടെക്നിക്കൽ 1-ൽ നിങ്ങൾക്ക് മെഷീൻ ഫൗണ്ടേഷൻസ് പഠിക്കാനുണ്ടാവും. ആ മെഷീൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മെഷീനിൽ ഒരുപാട് വൈബ്രേഷൻസ് വരുന്നുണ്ട്. അവിടെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഹാർമോണിക് ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ആ ഒരു പോലെ തന്നെ യൂസ്ഡ് ഫോർ ദ മെഷീൻ ഫൗണ്ടേഷൻ. നമുക്കത് മെഷീൻസ് അത് ഫാക്ടറീസും മെഷീൻസ് ഒക്കെ ബിൽഡ് ആ വെക്കുന്ന ഒരു നിങ്ങൾക്ക് ലാബിലായാലും നിങ്ങൾക്ക് അറിയാം, നമ്മളിപ്പം GTന്റെ ഒക്കെ ലാബിൽ അധികം നമ്മൾ മെഷീൻസ് എന്തായിട്ടില്ലേ നമ്മളെ ഫ്ലോറിൽ നിന്ന് ജസ്റ്റ് ഒരു ബോക്സ്, ഒരു കോൺക്രീറ്റ് ബോക്സിന്റെ മേലെയാണ് വെക്കുന്നത് അല്ലേ. സോ അതാണ് നമ്മളെ മെഷീൻ ഫൗണ്ടേഷൻ. നമ്മുടെ ചിമ്മിനീസിൽ ടവേഴ്സിൽ സ്ട്രക്ചർ സബ്ജക്റ്റ് ടു ഡൈനാമിക് ആൻഡ് വൈബ്രേഷൻ ലോഡ്സ്. നമുക്ക് ഏതൊക്കെ നമുക്കറിയാം ചിമ്മിനീസ് ഒക്കെ അത്രയും ഹൈറ്റിലാണ് വരുന്നത്, അതുപോലെ ടവേഴ്സ്. അപ്പോൾ ഇവിടേക്ക് ഡൈനാമിക്കും അതുപോലെ വൈബ്രേഷൻസ് ആയിട്ടുള്ള ലോഡ്സ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതിനൊക്കെ കുറിച്ചുള്ള സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് സ്ട്രക്ചർ ഡൈനാമിക്സ് മൊഡ്യൂൾ 5 നമ്മൾ ഇതിന്റെ ഏറ്റവും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്. സോ ഹോപ്പ് യു എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സ്ട്രക്ചർ അനാലിസിസ് 2 പഠിക്കാനുള്ളത്. സോ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.